ഹായ് ഗായ്സ്, നമ്മളിന്ന് വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഓർത്തോണ്ടാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ് ഇത്രയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചിക്കൻ ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നിൽക്കുക. ചിക്കൻ എല്ലാം റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് നല്ലതായിട്ട് വറുത്ത് പോരാം. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് മൊരിയട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സലാഡിനുള്ള സംഭവങ്ങൾ അരിഞ്ഞെടുക്കാം. സലാഡിന് ഞാൻ പച്ചമുളക്, സവോള, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയാണ് ഞാൻ ഇടുന്നത്. അതിലോട്ട് തൈരും കൂടെ ആഡ് ചെയ്ത് ഉപ്പ് ഇട്ടാൽ നമ്മുടെ സലാഡ് റെഡി. അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകും. പിന്നെ നമ്മൾക്ക് സവോള വേണമല്ലോ, ചിക്കന് വേണം നമ്മൾ റൈസിനകത്ത് ഇടാനായിട്ട് വറുത്ത് കോരണമല്ലോ. അപ്പം അതിനുള്ള സവോളയൊക്കെ അരിയുന്ന സമയത്ത് എൻ്റെ കണ്ണ് എരിഞ്ഞ് പോകുകയാണ്. സവോള എടുക്കാൻ മേലെ എനിക്ക്. പിന്നെ അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണയിലായിട്ട് തന്നെയാണ് ഈ സവോളയെല്ലാം വഴറ്റുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ വറുത്ത ചട്ടി മാറ്റി വേറൊരു ചട്ടിക്കകത്തോട്ട് ആ എണ്ണയെല്ലാം പകർത്തി സവോളയെല്ലാം അതിനകത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോളയെല്ലാം വഴന്ന് വരുമ്പോഴത്തേന് ഞാൻ അതിനകത്ത് വേറൊരു സംഭവം ആഡ് ചെയ്യും. ഒരു മുറി തേങ്ങ, പച്ചത്തേങ്ങ അരച്ച് ഇതിനകത്തോട്ട് ചേർക്കുമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ടേസ്റ്റാണ്, ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം കറി അവിടെ സെറ്റ് ആകുന്നുണ്ട്. നല്ല ഗ്രേവി ആയിട്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ റൈസുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേന് നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കാം. വെള്ളത്തിനകത്ത് ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടി ഞാനിട്ട് 2 ബേ ലീഫും കൂടി ഇടും. അത് കഴിഞ്ഞ് നമുക്ക് അരിയെല്ലാം വെന്ത് ഞാൻ വാർത്തു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി ദമ്മിടാനായിട്ട് ഒരു പാത്രം എടുത്ത്, അത്യാവശ്യം വലിയൊരു പാത്രം എടുത്ത് 1 കിലോ അരിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തോട്ട് നമ്മുടെ നെയ്യെല്ലാം ഒഴിച്ചു, നമ്മൾ കിസ്മസ് എല്ലാം, അണ്ടിപ്പരിപ്പും കിസ്മസും എല്ലാം ഇട്ട് വറുത്ത് വെച്ച് സവോളയും കുറച്ചിട്ടിട്ട് ആദ്യം ഒരു ലെയർ ചോറിട്ട് അതിൻ്റെ പക്കത്തോട്ട് നമ്മൾ ചിക്കൻ തട്ടിയിട്ടിട്ട് ബാക്കി ആ ചിക്കൻ്റെ മേലോട്ട് ബാക്കി ചെയ്യുന്ന റൈസും കൂടെ മൊത്തത്തിലിട്ട് പിന്നെ നമ്മുടെ കിസ്മസ്, മല്ലിയില, അണ്ടിപ്പരിപ്പ്, വറുത്ത് വെച്ച് സവോള ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ആ സമയമെല്ലാം കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഇളക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ ഇളക്കാടി എന്നും പറഞ്ഞുകൊണ്ട് ഇളക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുവാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് വേഗം ടേസ്റ്റ് ചെയ്യടി, ചൂടാറുന്നതിന് മുമ്പ് ഞങ്ങൾക്കും കൂടെ കഴിക്കേണ്ടതാണ് എന്നൊക്കെ അടുത്ത് പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഞാനൊരു വായി വെച്ചു. എൻ്റെ ഗൈസ് അടിപൊളി സാധനമായിരുന്നു, സൂപ്പർ, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് മാത്രം പറയല്ല കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ.